അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. വതനത്തിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ബാബയും മമ്മയും ഇന്ന് വളരെ സുന്ദരമായ പൂന്തോട്ടത്തിന് നടുവിൽ ചില പുഷ്പങ്ങളെ നോക്കുകയായിരുന്നു. ചില മൊട്ടുകളെ നോക്കുകയായിരുന്നു. ചില പുഷ്പങ്ങൾ താഴെയായിരുന്നു. ചില പുഷ്പങ്ങൾ ശിഖരങ്ങളുടെ മുകളിലായിരുന്നു. ചില പുഷ്പങ്ങൾ ജലത്തിൽ ആയിരുന്നു. ഇങ്ങനെ പല പ്രകാരത്തിൽ ഭിന്ന ഭിന്ന രൂപത്തിൽ ഉള്ള ആ പുഷ്പങ്ങളെ ബാബ നോക്കുകയായിരുന്നു. ഞാൻ പോയതിനോടൊപ്പം എല്ലാവരുടെയും സ്നേഹസ്മരണകൾ നൽകി. പിന്നെ വിശേഷിച്ച് നളിനി ദീദിയുടെയും സ്നേഹസ്മരണകൾ നൽകി. പിന്നെ പല ബ്രാഹ്മണ കുട്ടികളുടെയും വിശേഷ ഓർമ്മകൾ ഉണ്ടായിരുന്നു. അതും ബാബയ്ക്ക് നൽകി. സ്നേഹസ്മരണകൾ നൽകിയപ്പോൾ ബാബ ആ കുട്ടികളെ അഥവാ ആത്മാക്കളെ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, കുട്ടി, ബാബ ഇന്ന് എൻ്റെ പുഷ്പങ്ങളായ സംഗമയുഗി ബ്രാഹ്മണരായ കുട്ടികളെ നോക്കുന്നു. പുഷ്പങ്ങളിലും പല പ്രകാരത്തിലുള്ള പുഷ്പങ്ങളുണ്ട്. ഒരു പ്രകാരത്തിൽ ഉള്ളവയല്ല, പല പ്രകാരത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ട്. എല്ലാ പുഷ്പങ്ങളിലും വെച്ച് ഏറ്റവും മഹത്വപൂർണമായ പുഷ്പമാണ് താമര പുഷ്പം. കാരണം കമല പുഷ്പം ജലത്തിലും ഉണ്ടായിരിക്കും, താഴെയും ഉണ്ടായിരിക്കും. എന്നാൽ മുകളിൽ നിന്നും നോക്കുമ്പോൾ അതിനെ പറിച്ചെടുക്കുമ്പോഴും വളരെ ശോഭനീയമായി തോന്നുന്നു. അപ്പോൾ ഇന്ന് ബാബ വിശേഷിച്ച് തൻ്റെ ബ്രാഹ്മണരായ കുട്ടികളെയും ഇത് നോക്കുന്നു. ഓരോ കുട്ടിയും മുമ്പ് മുള്ളായിരുന്നെങ്കിൽ പോലും ബാബയുടേതായതിനു ശേഷം ഓരോ പുഷ്പത്തിനും അതിൻ്റേതായ വിശേഷതയും അതിൻ്റേതായ സുഗന്ധവും ഉണ്ട്. ബാബ പറഞ്ഞു, അതേപോലെ ബ്രാഹ്മണരായ കുട്ടികളിലും ഇന്ന് വിശേഷിച്ച് സുഗന്ധം നോക്കുകയായിരുന്നു. ആരെല്ലാം ബാബയുടെ കുട്ടികളായോ അനേകം പേർ ആയിട്ടുണ്ട്. എന്നാൽ ബാബ ഗുണമോ വിശേഷതയോ നിറച്ചിട്ടില്ലാത്ത ഒരു കുട്ടി പോലുമില്ല. ബാബയുടേതായ ശേഷം ആ കുട്ടികളിൽ അഥവാ ആ പുഷ്പങ്ങളിൽ ബാബ വിശേഷതകളുടെ സുഗന്ധം വളരെയധികം നിറച്ചിട്ടുണ്ട്. ബാബയുടെ മുന്നിൽ ബാബയുടെ പല കുട്ടികളും വിശേഷിച്ച് നളിനി ദീദിയും ഇരിക്കുന്നുണ്ടായിരുന്നു. ബാബ എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മയും ഒപ്പമുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഏതൊരു പുഷ്പത്തിൻ്റെയും വിത്ത് വിതയ്ക്കുമ്പോൾ അറിയാൻ കഴിയില്ല. എന്നാൽ അത് വളർന്നു വരുമ്പോൾ വിടരുന്നു, സുഗന്ധം വരുന്നു. അതിൻ്റെ വിശേഷതകൾ ലോകർ കാണുന്നു. അതനുസരിച്ച് അതെടുക്കുന്നു. അതേപോലെ ബാബ ഇന്ന് തൻ്റെ ചൈതന്യ കുട്ടികളെ പുഷ്പങ്ങളുടെ രൂപത്തിൽ നോക്കുകയാണ്. എൻ്റെ ബ്രാഹ്മണ കുട്ടികൾ ചൈതന്യ പുഷ്പങ്ങളാണ്. ഓരോ ബ്രാഹ്മണ കുട്ടിയിലും ബാബ എത്ര സുഗന്ധം, എത്ര വിശേഷതകൾ, എത്ര ശക്തികൾ നിറച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അനുഭവം ബാബ ഉണ്ടാക്കിക്കുന്നു. ബാബ പറഞ്ഞു, ഓരോ കുട്ടിയുടെയും വിശേഷത ബാബ നോക്കുന്നു. ബാബയുടേതായ ശേഷം ബാബ കുട്ടികളിൽ അത്രയും കലകൾ ഈ കുട്ടിയിലും ബാബ നളിനി ദീദിയെക്കുറിച്ച് പറയുകയായിരുന്നു. ഈ കുട്ടിയും തുടക്കം മുതലേ ബാബയുടെയും മമ്മയുടെയും പാലന എടുത്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ അത്രയും സ്നേഹം, വിശേഷതകൾ, ശക്തികൾ, ഗുണങ്ങൾ എന്നിവ നിറച്ചു. അത്രയും തന്നെ ബാബയോടും യജ്ഞത്തിലെ ദാദിമാരോടും മുതിർന്നവരോടും ഈ സ്നേഹമുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഈ ഒരു സുഗന്ധം അഥവാ പുഷ്പങ്ങളുടെ സുഗന്ധം ചിലരുടേത് സമീപത്ത് നിന്നും വരുന്നു, ചിലരുടേത് ദൂരെ നിന്നും വരുന്നു. അപ്പോൾ മുഴുവൻ വീടും സുഗന്ധം നിറഞ്ഞതാകുന്നു. ബാബ പറഞ്ഞു, ഇന്ന് ബാബ വിശേഷിച്ച് തൻ്റെ ബ്രാഹ്മണ കുട്ടികളുടെ പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിൽ പോയി
ഓരോരോ കുട്ടിയുടെയും വിശേഷത നോക്കുകയാണ്. ബാബ പറഞ്ഞു, സംഗമത്തിൽ ബാബ ഓരോ കുട്ടിക്കും ഏതെങ്കിലുമൊക്കെ വരദാനം നൽകുന്നു. ബാബ വരദാനം നൽകിയിട്ടില്ലാത്ത ഒരു കുട്ടി പോലുമില്ല. ബാബ വിശേഷത നൽകിയിട്ടില്ലാത്ത, ശക്തി നിറച്ചിട്ടില്ലാത്ത, ഗുണം നൽകിയിട്ടില്ലാത്ത ഒരു ബ്രാഹ്മണ കുട്ടി പോലും ഇല്ല. എന്നാൽ ബാബ പറഞ്ഞു, ബാബയ്ക്ക് ഇങ്ങനെയുള്ള ശ്രേഷ്ഠ കുട്ടികളുടെ മേൽ അഭിമാനമുണ്ട്. എന്നാൽ ഏതെല്ലാം ബാബയുടെ കുട്ടികൾ സംഗമയുഗത്തിൻ്റെ സമയത്ത് വിശേഷ പാർട്ട് അഭിനയിച്ച് പോവുകയാണോ, നളിനി ദീദിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് ബാബ ഇങ്ങനെ പറഞ്ഞു, പാർട്ട് അഭിനയിച്ച ശേഷം ഈ കുട്ടിയും പോവുകയാണ്. പുതിയ സ്ഥാനത്തും പുതിയ വസ്ത്രത്തിലും, അതായത് ശരീരത്തിലും. ബാബ പറഞ്ഞു, കുട്ടിക്ക് സംഗമയുഗത്തിൽ ഉത്സാഹവും ഉന്മേഷവും സദാ മനസ്സിൽ ഉണ്ടായിരുന്നു. ശക്തികളും വിശേഷതകളും ഗുണങ്ങളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഇങ്ങനെയുള്ള എൻ്റെ വിശേഷ ആത്മാക്കൾ തീർച്ചയായും രണ്ടാമതൊരു ജന്മം എടുക്കുന്നത് വിശേഷിച്ച് സേവനാർത്ഥമാണ്. രണ്ടാമത് എന്തിനാണ് എടുത്തത് എന്ന് ചിന്തിക്കരുത്. എന്നാൽ ബ്രാഹ്മണരായ കുട്ടികൾ അടുത്ത ജന്മം അഥവാ അടുത്ത വസ്ത്രം അഥവാ ശരീരം എടുക്കുന്നത് വിശേഷിച്ച് സേവനത്തിനു വേണ്ടിയാണ്. കാരണം ബാബയ്ക്ക് തൻ്റെ സ്ഥാപനയുടെ കാര്യം ഇപ്പോൾ വളരെ തീവ്രതയോടെ ചെയ്യേണ്ടതുണ്ട്. ബാബ പറഞ്ഞു, അതിനാൽ ബ്രാഹ്മണരായ കുട്ടികൾ തങ്ങളുടെ ഉള്ളിൽ വളരെയധികം സുഗന്ധവും ശ്രേഷ്ഠ ഭാവനയും വെച്ചുകൊണ്ട്, ശ്രേഷ്ഠ സങ്കല്പം വെച്ചുകൊണ്ട് ഓരോ ആത്മാവിൻ്റെ മംഗളം ചെയ്യണം. ഓരോരുത്തരുടെയും വിശേഷതയെ കണ്ടുകൊണ്ട് തന്നെയും മുന്നോട്ട് കൊണ്ടുപോകണം, മറ്റുള്ളവരെയും കൊണ്ടുപോകണം. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ നളിനി ദീദിയെയും മധുബന്റെ ഭോഗ് സ്വീകരിപ്പിച്ചു. നളിനി ദീദിക്ക് കഴിക്കുന്നതിൻ്റെയും കഴിപ്പിക്കുന്നതിൻ്റെയും താല്പര്യം ഉണ്ടായിരുന്നു. ദാദിയും ബാബയെ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. ദാദി പറഞ്ഞു, ഞാൻ ആദ്യം ബാബയെ കഴിപ്പിക്കും. ബാബ പറഞ്ഞു, ഞാൻ ആദ്യം കഴിപ്പിക്കും. ബാബ പറഞ്ഞു, കുട്ടി ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയല്ലേ. അപ്പോൾ ബാബ ആദ്യം കുട്ടിയെ ഭോഗ് സ്വീകരിപ്പിക്കുകയാണ്. അതിനുശേഷം കുട്ടി ബാബയെ ഭോഗ് സ്വീകരിപ്പിക്കണം. ഇങ്ങനെ വദനത്തിലേത് വളരെ സുന്ദരമായ ദൃശ്യമായി തോന്നി. ബാബയും ദീദിയും വളരെ സ്നേഹത്തോടെ അന്യോന്യം ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ ബാബ വന്നു ചേർന്ന എല്ലാ ബ്രാഹ്മണ കുട്ടികൾക്കും, പ്രത്യേകിച്ച് ഇൻഡോർ സോണിലെ സഹോദരി സഹോദരന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഏത് സ്ഥാനത്തുള്ള ഏത് കുട്ടികൾ വന്നിരിക്കുകയാണെങ്കിലും ബാബ തൻ്റെ കുട്ടികളെ വളരെ ഉയർന്ന ദൃഷ്ടിയോടുകൂടി, വളരെ ശ്രേഷ്ഠ ദൃഷ്ടിയോടുകൂടി ബാബ തൻ്റെ കുട്ടികളെ നോക്കുന്നു. ബാബ വിശേഷിച്ച് സ്നേഹസ്മരണകൾ നൽകുകയാണ്. ബാബ നിങ്ങളെല്ലാ സഹോദരി സഹോദരന്മാർക്കും, നിമിത്ത ടീച്ചേഴ്സിനും വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.